മഞ്ജു വാര്യരുമൊത്തുള്ള സിനിമ നടക്കാതെ പോയതിന് കാരണമുണ്ട്. രഞ്ജിത്ത് 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് മഞ്ജു വാര്യർ എന്ന അഭിനേത്രി കടന്നുവരുന്നെന്ന വാർത്ത തെല്ലത്ഭുതത്തോടെയാണ് മലയാളികൾ കേട്ടത്. അതും രഞ്ജിത്ത് ചിത്രത്തിലൂടെ ആകുമെന്ന് കൂടി കേട്ടതോടെ മഞ്ജുവിനെയും രഞ്ജിത്ത് ചിത്രങ്ങളെയും ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷം ഇരട്ടിക്കുകയും ചെയ്തു. രഞ്ജിത്ത് ചിത്രത്തിലൂടെ താൻ രണ്ടാമതും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങിനിടയിൽ മഞ്ജു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കേൾക്കുന്നത് രഞ്ജിത്ത് ചിത്രത്തിൽ നിന്ന് മഞ്ജുവിനെ ഒഴിവാക്കിയെന്നും ബാഹ്യസമ്മർദ്ദമാണ് അതിന് പിന്നിലെന്നും ഉള്ള വാർത്തകളാണ്. എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമായിരുന്നെന്ന് ആദ്യമായി രഞ്ജിത്ത് തുറന്നു പറയുന്നു. മഞ്ജു അഭിനയിക്കാൻ മോഹമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് തന്നെയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്തത്. അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വേഷം മഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും തീരുമാനമായി. ചിത്രത്തിൽ പൃഥ്വിരാജിനും ഒരു റോൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ കഥ പൃഥ്വിരാജ് ഉൾപ്പെടെ ചിലരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിത്രത്തിന് വിനീത് ശ്രീനിവാസിന്റെ തിര എന്ന സിനിമയുടെ ക്ലൈമാക്സുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആ ചിത്രം തന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പിന്നെ മഞ്ജുവിനെയും ലാലിനെയും പൃഥ്വിനെയും വെച്ചൊരു പടത്തെക്കുറിച്ച് ഏറെ ആലോചിച്ചെങ്കിലും തിരക്കഥകൾ ഒന്നും ശരിയായില്ല. താരങ്ങളെ വെച്ച് സിനിമ ആലോചിക്കുന്നത് എൻ്റെ രീതിയല്ല, അതാണ് കാരണം, അല്ലാതെ ഗോസിപ്പുകളിൽ കഴമ്പില്ല, രഞ്ജിത്ത് പറയുന്നു. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.